മുണ്ടേരി ഫാമിലെ 4ാം ബ്ലോക്കിലെ മല്ലികയുടെ തോട്ടം. മല്ലിക വെറൈറ്റി 3 ഐറ്റംസാണ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഏകദേശം ഒരു 500 മീറ്ററോളം മല്ലികപ്പൂ തന്നെയാണ്. തൊട്ടടുത്ത് കാണുന്നതാണ് എള്ളുപാടാണത്. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതും എള്ളുപാടങ്ങളാണ്. ഇതെല്ലാം വളരെ ഭംഗിയായി തന്നെ ക്രമീകരിച്ചു. ധാരാളം ഈ ഒരു ഏരിയ ഏകദേശം ഒരു 10 ഏക്കറോളം എള്ള് മാത്രമാണ് ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നത്. ഇതിനെല്ലാം നേതൃത്വം കൊടുക്കുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി ഡയറക്ടർ ഷക്കീല മാഡമാണ്. അതോടൊപ്പം തന്നെ AD റുബീന മാഡം, കൃഷി ഓഫീസർമാരായ നിതിൻ സാർ, ആഷിഖ് സാർ, എല്ലാ തൊഴിലാളികളും എല്ലാവരും ചേർന്ന് കൂട്ടായ ഒരു പ്രവർത്തനത്തിലൂടെയാണ് ഇത്രയൊക്കെ ഞങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചത്. ഇതിലും ഭംഗിയായി തന്നെ അടുത്ത വർഷത്തേക്ക് വളരെ ഊർജ്ജസ്വലതയോടുകൂടി ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. അടുത്ത നമ്മുടെ നിറവ് 26 ഏറ്റവും ഭംഗിയാക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. എള്ള് കണ്ടിട്ടില്ല. 15 ഏക്കർ എള്ള് പാടമാണ് ഈ കാണുന്നത്. മുണ്ടേരി ഫാമിലാണ് ഈ വളരെ ഭംഗിയായ ഒരു കാഴ്ച കാണാൻ സാധിക്കുന്നത്. വെറൈറ്റി ആയ എള്ള് ആയതുകൊണ്ട് തന്നെ നല്ല വിധത്തിൽ കായ്ഫലം ലഭിക്കുന്നുണ്ട്. വളരെ വിശാലമായി പരന്നു കിടക്കുന്ന എള്ളിൻ തോട്ടമാണ്. നമ്മുടെ മലകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഈ ഒരു കൃഷിഭൂമി കാണാൻ ധാരാളം ആളുകൾ ഇവിടേക്ക് വരുന്നുണ്ട്. വളരെയധികം മനോഹരമാണ്. അതുകൊണ്ട് സായാഹ്നങ്ങൾ ആസ്വദിക്കാൻ ഇവിടേക്കൊരു ഫാം ടൂറിസം സാധ്യത ഇവിടെ മുന്നിൽ കാണുന്നുണ്ട്. എന്താണ് ഈ ഫാം ടൂറിസം സാധ്യത? നമ്മുടെ കൃഷിപരമായ കാര്യങ്ങൾ, കൃഷിയിലൂടെ വിജ്ഞാനം നേടുന്നതിന് വേണ്ടി കൃഷിപരമായി നമ്മുടെ ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ട് നമ്മുടെ ടൂറിസ്റ്റുകളെ കൃഷിയിലേക്ക് ആകർഷിക്കാനും അതുപോലെ തന്നെ കൃഷി ഉൽപ്പന്നങ്ങൾ വിൽക്കുവാനും പരിചയപ്പെടുത്തുവാനും അതേപോലെ മറ്റുള്ള നമ്മുടെ ട്രെക്കിങ്, കുതിരസവാരി, യന്ത്ര ഊഞ്ഞാൽ തുടങ്ങിയ ഉല്ലാസ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ആണ് ഈ ഫാം ടൂറിസം എന്ന് പറയുന്നത്. അത് വിദേശ രാജ്യങ്ങളിൽ വളരെയധികം വിജയിച്ചൊരു സംഗതിയാണ് ഫാം ടൂറിസം. വളരെയധികം നല്ല വരുമാനമാണ്. അതുകൊണ്ട് തന്നെ ഈ മുണ്ടേരി ഫാം ഒരു ഫാം ടൂറിസം ലോകോത്തരത്തിൽ തന്നെ കിടപിടിക്കുന്ന, ലോകരാജ്യങ്ങളിൽ തന്നെ കിടപിടിക്കുന്ന ഒരു ഫാം ടൂറിസം ആക്കണമെന്നാണ് ജനങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്.